ഫൈനലി നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ലക്ഷദ്വീപിലേക്കുള്ള ഓൺലൈൻ കപ്പൽ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ലാക് പോർട്ടിൽ നിന്നും IRCTCയിലേക്ക് മാറ്റാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം, ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർണ്ണമായും IRCTCയിലേക്ക് മാറും. IRCTCയിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ പഴയ വെബ്സൈറ്റായ ലാക് പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി. രണ്ട്, ലക്ഷദ്വീപ് ഷിപ്പ് ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി IRCTC നിർമ്മിച്ചിരിക്കുന്ന മൊബൈൽ ആപ്പ് വഴിയും കയറാൻ സാധിക്കും. മൊബൈൽ ആപ്പ് വഴി കയറാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ IRCTC ലക്ഷദ്വീപ് എന്ന് അടിച്ചു കൊടുത്ത ശേഷം ഈ കാണുന്ന IRCTC ലക്ഷദ്വീപ് ടിക്കറ്റിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. ഐലൻഡർ ആണെങ്കിൽ മുകളിലത്തെ ഓപ്ഷനും, പെർമിറ്റ് ഹോൾഡർ അല്ലെങ്കിൽ ടൂറിസ്റ്റ്, വർക്കർ എന്നീ കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ താഴെയുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യുക. ഐലൻഡർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം കാണാം. ഫസ്റ്റ് കാറ്റഗറിയാണ്. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണോ അത് സെലക്ട് ചെയ്യുക. ശേഷം ഫസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക. ലാസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് പേരിൻ്റെ രണ്ടാമത്തെ ഭാഗം അടിച്ചു കൊടുക്കുക. ലാസ്റ്റ് നെയിം ഇല്ലാത്തവർ ഇനീഷ്യൽ അടിച്ചു കൊടുത്താലും മതി. നെക്സ്റ്റ് ജെൻഡർ സെലക്ഷനാണ്. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഡിസേബിൾഡ് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ ഈ കാണുന്ന ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക. ടിക്ക് ഇടുമ്പോൾ നിങ്ങളുടെ PWD ID ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് അവിടെ വരും, അതുകൂടി എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഐലൻഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. മെയിൻലാൻഡിൽ നിന്നുള്ള എംപ്ലോയീസ് അവരുടെ വർക്ക് ചെയ്യുന്ന ഐലൻഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ആധാറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അഡ്രസ് ആസ് പെർ ആധാർ എന്നുള്ള സ്ഥലത്ത് വീട്ടുപേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID ഉണ്ട്, അത് ഓപ്ഷനിലാണ്, ഉള്ളവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട. അതിനുശേഷം നെക്സ്റ്റ് പാസ്വേഡ് ക്രിയേഷനാണ്. പാസ്വേഡിൽ എന്തൊക്കെ ആവശ്യമാണ് എന്നതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ഉണ്ടാക്കുക. പാസ്വേഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം മൊബൈൽ ആൻഡ് ഇമെയിൽ OTP വെരിഫിക്കേഷൻ ഉണ്ടാവും. OTP എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസഞ്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ പാസഞ്ചർ ആഡ് ചെയ്യുക. പാസഞ്ചർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, IRCTC